ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. അപ്പം ഒരു ദിവസം വന്നിരിക്കുകയാണ്. ഇന്ന് ഞാൻ നാട്ടിൽ പോകുന്ന ദിവസമാണ്. ഒരു 3 വർഷത്തിന് ശേഷമാണ് ഞാൻ നാട്ടിൽ പോകുന്നത് കേട്ടോ. പിള്ളേരും ഹസ്ബൻഡും ഒക്കെ ഇടയ്ക്ക് പോയായിരുന്നു. അപ്പോൾ എനിക്ക് പോകാൻ പറ്റിയില്ല. ആ സമയത്ത് എനിക്ക് കുറച്ച് ജോലി കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കായിരുന്നതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പം 3 വർഷം കഴിഞ്ഞിട്ട് ഇന്നാണ് ഞാൻ പോകുന്നത്. അപ്പം ഞാൻ തനിയാണ് പോകുന്നത് കേട്ടോ. പിള്ളേർക്ക് സ്കൂളൊക്കെ ഉണ്ട്, അതുപോലെ ഹസ്ബൻഡ് ജോലിയുണ്ട്, അതുകൊണ്ട് അവർ വരുന്നില്ല. ഞാൻ തനിയാണ് പോകുന്നത്. അപ്പോൾ രാവിലെ 5 മണിക്ക് തന്നെ ഞാൻ എഴുന്നേറ്റു. ഉച്ചക്കത്തേക്കിനാണ് ഫ്ലൈറ്റ്. അപ്പം രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അതുപോലെ ചായയൊക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പം ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ സാമ്പാർ. അപ്പം സാമ്പാർ ഇന്ന് ഉണ്ടാക്കി വെച്ചാൽ അറ്റ്ലീസ്റ്റ് ഒരു 2 ഡേയ്സിന് പോകുമല്ലോ. പിള്ളേർക്ക് സ്കൂളും ഉണ്ട്. അപ്പം ഹസ്ബൻഡ് തന്നെ വേണം കുക്ക് ചെയ്യാനായിട്ട്. ഹസ്ബൻഡ് കുറേയൊക്കെ കുക്കിംഗ് അറിയാം, അതുകൊണ്ട് എനിക്ക് അത്ര ടെൻഷനില്ല. എന്നാലും ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടാണ് പോകുന്നത്. അരിയാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത്യാവശ്യം യൂസ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഞാനിങ്ങനെ എടുത്തു വെച്ചിട്ടാണ് പോകുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് സാമ്പാറിൻ്റെ കഷ്ണങ്ങളെല്ലാം ഞാൻ ഇതുപോലെ തന്നെ കുക്കറിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. പരിപ്പൂടെ കൂട്ടിയിട്ട് എല്ലാം ഒന്നിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒട്ടും സമയമില്ല, അതുകൊണ്ടാണ് എല്ലാം കൂടെ ഇതുപോലെ അങ്ങ് ചെയ്യുന്നത്. സാധാരണ ചെയ്യുമ്പം നമ്മളിങ്ങനെ സെപ്പറേറ്റ് കഷ്ണങ്ങൾ വേവിക്കാറില്ല. ഇപ്പം ഇന്ന് അതിനൊന്നും സമയമില്ലാത്തതുകൊണ്ട് ഇതെല്ലാം കൂടി ഇട്ട് കുറച്ച് എന്താ പറയുന്നത് സാമ്പാർ പൊടിയും അതുപോലെ തന്നെ ഇച്ചിരി മുളക് പൊടിയും എല്ലാം അതിൽ തന്നെ അങ്ങ് ഇടുകയാണ്. കായപ്പൊടിയൊക്കെ ഇട്ടിട്ടങ്ങ് നമ്മൾ കുക്കർ മൂടി വെച്ച് വിസിൽ വരുമ്പോൾ അത് വെന്ത് കിട്ടും. ആ ഒരു രീതിയിലാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കുക്കറിൻ്റെ അടപ്പിൽ സ്വല്പം ഓയിൽ ഇങ്ങനെ തേച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അതിൽ നിന്ന് ഇതുപോലെ തിളച്ച് ചാടും. അപ്പോൾ നമ്മളിതുപോലെ കുറച്ച് ഓയിൽ തേച്ച് കൊടുത്താൽ അങ്ങനെ തിളച്ച് ചാടുന്ന ഒന്ന് അവോയ്ഡ് ചെയ്യാം. അപ്പം ഇനി അതിന് കടുക് താളിക്കാനുള്ളതെല്ലാം ഒന്ന് അരിഞ്ഞു വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി ഞാൻ വെളുത്തുള്ളി ഇതിലിങ്ങനെ ചേർക്കാറുണ്ട് കേട്ടോ. കടുക് പൊട്ടിക്കുമ്പോൾ ഞാൻ ചേർക്കാറുണ്ട്. ആ സമയം തന്നെ ഇഡ്ഡലി നമുക്കവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി അടുത്തതെന്ന് പറയുന്നത്, അപ്പം സാമ്പാർ വെന്ത് വരണമല്ലോ, എന്നാലേ നമുക്ക് കടുക് താളിക്കാൻ പറ്റുള്ളൂ. ആ സമയം കൊണ്ട് ഒരു തോരൻ വയ്ക്കാമെന്ന് വിചാരിച്ചു. ഒരു ഓമയ്ക്ക ഉണ്ടായിരുന്നു. ഓമയ്ക്ക എന്ന് പറഞ്ഞാൽ പപ്പായ. അത് ഇതുപോലെ അരിഞ്ഞ് മെഷീനിലിട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് അരിഞ്ഞ് കിട്ടും. അപ്പോൾ ആ ഒരു തോരനോട് ഇതുപോലെ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉച്ചക്കത്തേനും കറിയാവും, അതും ഒരു പിറ്റേന്നത്തേക്കിനൊക്കെ യൂസ് ചെയ്യാമല്ലോ. ആ ഒരു രീതിയിലാണ് ഞാൻ റെഡിയാക്കുന്നത് കേട്ടോ. അപ്പം അതും തേങ്ങയും പച്ചമുളകും എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം പെട്ടെന്ന് തന്നെ ഒരു 5 മിനിറ്റ് കൊണ്ട് അതെല്ലാം അരിഞ്ഞു കഴിഞ്ഞു. അത് തന്നെ പെട്ടെന്ന് പരിപാടി കഴിഞ്ഞു കേട്ടോ. ഇനി അത് നമുക്ക് അടുപ്പിൽ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ആവി കയറ്റി വേവിച്ചെടുത്താൽ മതി. നമ്മൾ തോരൻ വെക്കുന്ന അതേ മോഡലിൽ തന്നെ ഒന്ന് ചെയ്തെടുത്താൽ മതി. ആദ്യം നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുക, പിന്നെ സ്വല്പം കടുക്, അതുപോലെ തന്നെ ഞാനൊരു സ്വല്പം അരി ഇട്ട് കൊടുക്കും കേട്ടോ. നമ്മളിതുപോലെ ക്യാബേജ് തോരൻ അതുപോലെ തന്നെ ഓമയ്ക്ക തോരനൊക്കെ വെക്കുമ്പോൾ അതിലൊരു സ്വല്പം ഇതുപോലെ അരി ഇട്ട് കൊടുത്താൽ നല്ലതാണ് കേട്ടോ. ഇടയ്ക്ക് നമുക്കൊന്ന് കടിക്കാൻ കിട്ടും. അപ്പം അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല അടിപൊളിയാണ് കേട്ടോ അത്. അപ്പം അതിന് ശേഷം നമ്മൾ എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓമയ്ക്ക തേങ്ങ കൂട്ടി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇനി അത് ഒന്ന് ഇച്ചിരി ഹൈ ഫ്ലെയിമിൽ ഒരു ആവി വരുന്നിടം വരെ നമുക്ക് ഒന്ന് മൂടി വയ്ക്കാം കേട്ടോ. ഈ സമയം കൊണ്ട് നമ്മുടെ സാമ്പാർ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പം കുറച്ചുകൂടെയൊക്കെ മസാല വേണമെന്ന് തോന്നുന്നു കേട്ടോ. ഈ സമയത്താണ് പുളി സ്വല്പം ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഒരു തക്കാളി ഞാൻ ഇട്ടുള്ളായിരുന്നു. അപ്പം തീരെ പുളി കുറവാണ്. അപ്പം ഞാനൊരു സ്വല്പം വാളംപുളിയും കൂടി ഇതുപോലെ ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്കതിലേക്ക് കടുക് താളിക്കാം. കടുക് താളിക്കുന്നതിന് മുന്നേ എൻ്റെ കയ്യിൽ 2-3 വെണ്ടയ്ക്ക ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ വെണ്ടയ്ക്ക ഇതുപോലെ തന്നെ അരിഞ്ഞിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ ആ 2-3 വെണ്ടയ്ക്ക വെച്ച് നമുക്കൊന്നും ചെയ്യാനില്ലല്ലോ. അപ്പോഴാണ് ഞാൻ അടുത്ത സാമ്പാർ വെക്കുമ്പോൾ നമുക്ക് ഈ കഷ്ണം അതിൽ ഇട്ട് കൊടുക്കാമെന്ന്. അപ്പോൾ അതുപോലെ വെണ്ടയ്ക്ക ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേക്കിന് ഞാൻ സാമ്പാറിലോട്ടതങ്ങ് ചേർത്ത് കൊടുത്തു. അതിന് ശേഷം ജസ്റ്റ് താളിക്കുകയും പിന്നെ കുറച്ച് മസാലപ്പൊടികളും കൂടെ ചേർത്ത്, ഇച്ചിരി മസാല കുറവായിരുന്നു, അതുകൊണ്ട് കുറച്ച് മസാലപ്പൊടികളും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇതെല്ലാം ഒന്ന് മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ പൊടികൾ ചേർക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. സ്വല്പം പൊടി ഓൾറെഡി ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അതിൻ്റെ ബാക്കി പൊടികളാണ് ചേർക്കുന്നത്. സാമ്പാർ പൊടി, അതുപോലെ തന്നെ മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, പിന്നെ സ്വല്പം കായപ്പൊടി. ഇത്രയും പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പം ഇതെല്ലാം കൂടെ ചേർത്ത് കഴിയുമ്പോഴത്തേനും നമ്മുടെ സാമ്പാർ റെഡിയാകും. അടിപൊളി ടേസ്റ്റിലുള്ള സാമ്പാർ റെഡിയായി കിട്ടും. അപ്പോഴത്തേനും നമ്മുടെ ഇഡ്ഡലിയും ഒക്കെ റെഡിയായി. അതുപോലെ തന്നെ നമ്മുടെ ഓമയ്ക്ക തോരന്, പപ്പായ തോരന് റെഡിയായിട്ടുണ്ട്. അതുപോലെ തന്നെ ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ചോറ് ഞാൻ ഓൾറെഡി അരി തിളപ്പിച്ച് റൈസ് കുക്കറിൽ വെച്ചിട്ടുണ്ട്. അപ്പം കഴിക്കുന്ന സമയമാകുമ്പോഴത്തേനും അത് ഊറ്റിയാൽ മതി.
അപ്പം ആ ഒരു രീതിയിലാണ് അത് റെഡിയാക്കി വെച്ചു. അപ്പോൾ ഇഡ്ഡലിയൊക്കെ പാത്രത്തിലോട്ട് മാറ്റിയിട്ട് അതിന് ശേഷം പാത്രമെല്ലാം കഴുകണം. അപ്പം കഴുകിയെല്ലാം വൃത്തിയാക്കി വെച്ചിട്ട് വേണം പോകാൻ. അപ്പോൾ അത്രയും പണി അവർക്ക് കുറഞ്ഞിരിക്കുമല്ലോ, ആ ഒരു രീതിയിലാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഞാനിനി ഒരു 20 ഡേയ്സിനാണ് പോകുന്നത്. അപ്പോൾ ആ 20 ഡേയ്സ് അവർക്ക് നല്ല പണിയല്ലേ. അപ്പോൾ ഞാൻ എന്നെ കൊണ്ട് കഴിവതും എല്ലാം ഞാനൊന്ന് ഒതുക്കിയൊക്കെ വെച്ചിട്ടാണ് പോകുന്നത്. പാത്രമെല്ലാം കഴുകിയതിന് ശേഷം ആ സിങ്കും എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. അപ്പം അങ്ങനെ സിങ്കും എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ ഈ വേസ്റ്റ് ഇടുമ്പോൾ ഉണ്ടല്ലോ, ഞാൻ ആ വേസ്റ്റ് കളഞ്ഞില്ലെങ്കിലും ഓൾറെഡി എനിക്ക് ആ വേസ്റ്റിൻ്റെ അവിടെ ഒരു അരിപ്പ പോലത്തെ ഒരു സാധനമുണ്ട്. അപ്പോൾ ആ വേസ്റ്റ് അവിടെ പോയി തങ്ങി നിൽക്കത്തേ ഉള്ളൂ. പിന്നെ ലാസ്റ്റ് ഞാനിതിങ്ങനെ എടുത്ത് കളയുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പിള്ളേരൊക്കെ ഉള്ള കാരണമാണ്. പിള്ളേർ ചിലപ്പം പാത്രത്തിൽ നിന്ന് മുഴുവൻ വേസ്റ്റ് ചിലപ്പം കളഞ്ഞില്ലെന്ന് വരും. അപ്പോൾ ചോറ് പോയി നമ്മുടെ ആ ഇതിൽ അടഞ്ഞു നിൽക്കും. അപ്പം അതുകൊണ്ടാണ് ആ ഒരു ഇതുപോലത്തെ ആ ഒരു കുഞ്ഞ് സ്റ്റീൽ പോലത്തെ ഒരു സാധനം അരിപ്പ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ സാധനങ്ങളെല്ലാം ഞാൻ എടുത്ത് ഇതുപോലെ മൂടി വയ്ക്കുകയാണ്. പിന്നെ ഇനിയും ലാസ്റ്റ് സിങ്ക് കൂടെ കഴുകണം. കഴുകിയതിന് ശേഷം അപ്പം അടുക്കളയിലെ പണികളെല്ലാം ഏകദേശം കഴിഞ്ഞു. അതിനുശേഷം എനിക്ക് ഭയങ്കര ജലദോഷമാണെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ ആ ജലദോഷമായ കാരണം ഇനി എനിക്കൊന്ന് ആവി പിടിക്കണം കേട്ടോ. ഇത്രയും പണി കഴിഞ്ഞപ്പോഴത്തേന് ശരിക്കും ഞാനങ്ങ് ടയേർഡായിരുന്നു. അപ്പം എന്താ പറയുന്നത്, സൈനസൈറ്റിസ് ഇല്ല, അതുപോലെ ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുന്ന പോലെ നമുക്ക് തോന്നും. അതിൻ്റെ കൂടെ ഭയങ്കര ചുമയും. അപ്പോൾ ഒരു ആവി പിടിക്കുന്നതാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ആവി പിടിക്കുന്നതെന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിൽ കുക്കറോ അല്ലെങ്കിൽ എൻ്റെ ഇവിടെ ഉള്ളത് ഇഡ്ഡലി കുക്കറാണ്. അതപ്പോൾ നമുക്ക് നല്ല സേഫായിട്ട് പിടിക്കാൻ പറ്റുന്ന ഒരെണ്ണമാണ് കേട്ടോ. എന്നിട്ട് ആ കുക്കറിൽ കുറച്ച് വെള്ളം വയ്ക്കുക. എന്നിട്ട് നല്ലതായിട്ട് അതിന് ആവി വരും. ആവി വരുന്ന സമയത്ത് നമ്മളൊരു കുഴൽ യൂസ് ചെയ്യുക. ഞാനിവിടെ യൂസ് ചെയ്യുന്ന കുഴലെന്ന് പറയുന്നത് നമ്മുടെ ഇത് വരത്തില്ലേ, ഫോയിൽ പേപ്പറൊക്കെ വരുന്നതില്ലേ, അപ്പോൾ അതിൻ്റെ ആ റോള് കഴിഞ്ഞ് കഴിയുമ്പം വരുന്ന അതാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഇതാണ് എൻ്റെ ഇഡ്ഡലി കുക്കർ. ഇത് ഞാൻ ഓൺലി ഇങ്ങനെ ആവി പിടിക്കാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നത് കേട്ടോ. അതൊരു പഴയ കുക്കറാണ്. ഞാൻ ഇഡ്ഡലിയൊന്നും അതിൽ വെക്കാറില്ല. അപ്പോൾ ഇതിങ്ങനെ വെള്ളം തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് വിക്സോ അല്ലെങ്കിൽ ഫാർമസിയിൽ പറഞ്ഞാൽ നമുക്ക് ഒരു സൊല്യൂഷൻ കിട്ടും, ഒരു എന്താ പറയുന്നത്, യൂക്കാലിയുടെ സ്മെല്ലുള്ളൊരു സൊല്യൂഷൻ കിട്ടും. അപ്പോൾ അത് അതിലേട്ടിട്ടിട്ട് നല്ലതായിട്ട് ഇതുപോലെ ആവി പിടിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഈ കറണ്ട് കുത്തി ആവി പിടിക്കുന്നതിലും നല്ല ഇതാണ്. അത് പ്ലാസ്റ്റിക് അല്ലേ, പ്ലാസ്റ്റിക് നല്ലതല്ലെന്ന് പറയാറില്ലേ. അപ്പം ഈ ഒരു രീതിയിൽ ആവി പിടിച്ചാൽ ശരിക്കും നമുക്ക് നല്ല ഇഫക്റ്റാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു, ആവിയൊക്കെ പിടിച്ചു, കുളി കഴിഞ്ഞു. അപ്പം ഇതാണ് എൻ്റെ ഹാൻഡ് ബാഗാണ് കേട്ടോ. അപ്പോൾ അത് ഒരു ചെറിയ പെട്ടിയാണ്. അതിൽ തുണികളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് ഞാൻ ഒന്നുകൂടെ ഒന്ന് നോക്കുമായിരുന്നു. അതിനുശേഷം ഇതുപോലെ പ്രെയർ ചെയ്യുവാണ് കേട്ടോ. അപ്പം ഇതുപോലെ ദൂരയാത്രയൊക്കെ പോകുന്ന സമയങ്ങളിൽ ഇങ്ങനെ സാധാരണ നോർമലി പ്രെയർ ചെയ്യാറുണ്ട്. അപ്പം പ്രെയറൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് പിള്ളേർക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ. ആദ്യമായിട്ടാണ് ഞാൻ തന്നെ ഇതുപോലെ പോകുന്നത്. അപ്പോൾ അവരില്ലാതെ അവർ കൂടെ വരാതെ തന്നെ പോകുന്നത്. അപ്പം അപ്പന്മാരുടെ കൂടെ തന്നെ നിൽക്കണ്ടേ. അമ്മമാരാണെങ്കിൽ ഇങ്ങനെ കലപിലാന്ന് അലച്ചോണ്ട് നടക്കുകയില്ലേ, അത് എടുത്തോ ഇതെടുത്തോ. അപ്പോൾ ഈ പിള്ളേർ പറയുന്നുണ്ട്, ഇത് ഞാൻ മിസ്സായിപ്പോ, ഞങ്ങളിത് മിസ്സാവും എന്നൊക്കെ ഇവർ പറയുന്നുണ്ട് കേട്ടോ. അമ്മ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നടക്കുന്നത്, അതെടുത്തോ, രാവിലെ സ്കൂളിൽ പോകാൻ നേരം ഇതെടുത്തോ അതെടുത്തോ ഇങ്ങനെ ചോദിക്കുന്നത്. അപ്പം രണ്ടുപേർക്കും ഭയങ്കര വിഷമമാണ്. അപ്പം ഇങ്ങനെ ഇതുപോലെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ തരികയാണ് രണ്ടുപേരും. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളങ്ങ് എയർപോർട്ടിലോട്ട് പോവാണ് കേട്ടോ. എയർപോർട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിന് കൊച്ചിന് മോൾക്ക് ഭയങ്കര കരച്ചിൽ. ആർക്കും വരണമെന്നും പറഞ്ഞുകൊണ്ടാണ് കരയുന്നത്. അമ്മ പോവണ്ട എന്നും പറഞ്ഞുകൊണ്ടാണ് കരയുന്നത് മുഴുവൻ. അമ്മ ഇനി എപ്പോഴാണ് വരുന്നത് ഇത് എന്നെ ചോദിച്ചുകൊണ്ടാണ് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ ഓരോന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് അതിന് ശേഷം ഞാനങ്ങ് കയറിപ്പോയി കേട്ടോ. അങ്ങ് എയർപോർട്ടിലങ്ങ് കയറി പോവാണ് ചെയ്യുന്നത്. കണ്ടോ, ശരിക്കും ഭയങ്കര കരച്ചിലായിരുന്നു അന്ന്. അപ്പോൾ ഇങ്ങനെ ഹസ്ബൻഡ് കളിയാക്കുകയാണ് അവളെ, ഇത്രയും വലിയ കൊച്ചുങ്ങൾ കരയുമോ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ കളിയാക്കുവാണ് ഇടയ്ക്ക്. അത് കഴിഞ്ഞ് എയർപോർട്ടിൽ എത്തിയതിന് ശേഷം ഞാൻ അവിടെ നിന്നൊരു ചായയൊക്കെ മേടിച്ച് കുടിച്ചു. ഭയങ്കര ചുമയാണെന്ന് ഞാൻ പറഞ്ഞില്ല, അത് കാരണം പനിയുണ്ട്, ഇടയ്ക്ക് ഒരു പനിയുണ്ട്. അപ്പോൾ അതിനുള്ള മെഡിസിനൊക്കെ ഞാൻ കഴിച്ചിട്ടാണ് ഫ്ലൈറ്റിൽ കയറിയത്. അപ്പോൾ ഫ്ലൈറ്റിൽ ഓൾറെഡി എനിക്ക് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ചിക്കൻ ടിക്കയും അതുപോലെ ഒരു വാട്ടറുമാണ് കിട്ടിയത്. അപ്പോൾ അങ്ങനെ രാത്രിയിൽ നാട്ടിലെത്തി, ലഗേജൊക്കെ കിട്ടി. അപ്പം പപ്പ വെളിയിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങോട്ട് പോവാണ് കേട്ടോ. പക്ഷേ ഇതുപോലെ രാത്രിയിൽ ചെന്നു, രാവിലെ തന്നെ ഹോസ്പിറ്റലിൽ പോയി കേട്ടോ. ഹോസ്പിറ്റലിൽ പോയി ബ്ലഡ് ടെസ്റ്റും എക്സ്റേ ഒക്കെ എടുത്തപ്പോൾ എല്ലാം അടിപൊളിയായിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ അഡ്മിറ്റ് ആകാൻ പറഞ്ഞു. അങ്ങനെ ഒരു 1 വീക്ക് എൻ്റെ ഹോസ്പിറ്റലിൽ തന്നെ പോയി കിട്ടി. അത് കഴിഞ്ഞപ്പോഴാണ് ഞാനൊന്ന് ശരിയായത്, പനിയൊക്കെ കുറഞ്ഞ് എല്ലാം ഒന്ന് ശരിയായത്. അവധി അങ്ങനെ എൻ്റെ ഹോസ്പിറ്റലിൽ പകുതി ദിവസം പോയി കിട്ടി. പക്ഷേ ഇവിടെ നിന്നുള്ള ആ പോക്കൊക്കെ കണ്ടാൽ പറയുമോ ആശുപത്രി പോയി കിടക്കാൻ വേണ്ടിയാണ് ഞാൻ പോയെന്ന്. അത്രയും എനിക്ക് വയ്യായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയത് കേട്ടോ.
ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നല്ല നല്ല വീഡിയോ ആയിട്ട് വരുന്നവരിക്കും. താങ്ക് യു. ബൈ.